ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു വേദഭാഗം ക്ഷണിക്കുന്നു. തുറന്ന മനസ്സോടെ ദൈവം ഈ വേദഭാഗത്തൂടെ നമ്മോട് എന്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിൻ്റെ സ്വരം നിശ്ചയമായും നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതും പുതുക്കി പണിയുന്നതും ഉടച്ചു വാർക്കുന്നതും നമ്മുടെ കാഴ്ചപ്പാടുകളെ പുതിയ ദിശയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നതുമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ നമുക്ക് ദൈവസ്വരത്തിന് കാതോർക്കാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ധ്യാന ചിന്തകൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 4 വരെ തിരുവചനങ്ങൾ. ഇപ്രകാരം അവിടെ നമുക്ക് കാണാം: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിയുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. ഒറ്റ വായനയിൽ അതിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുകയില്ല. എങ്കിലും കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ ഇതിനെ ഒന്ന് ധ്യാനിക്കുകയും ഇതിൻ്റെ ഓരോ വാക്യങ്ങളുമായിട്ടൊന്ന് വിചിന്തനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട സുപ്രധാനമായ ഒരു മനോഭാവത്തെക്കുറിച്ച്, കാഴ്ചപ്പാടിനെക്കുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. തുറന്ന മനസ്സോടെ നമുക്ക് വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കാം. അതിൻ്റെ ആദ്യ വാക്യത്തിൽ പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നാണ്. 2 തരം വീടുകളെക്കുറിച്ച്, 2 തരം താമസ സ്ഥലങ്ങളെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് സൂചിപ്പിക്കുന്നത്. ഒരു താമസ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് കൂടാരം എന്ന പദം ഉപയോഗിച്ചാണ്. മറ്റൊരു താമസ സ്ഥലത്തേക്ക് പറയുന്നത് കെട്ടിടം എന്ന പദം ഉപയോഗിച്ചാണ്. ഒന്ന് കൂടാരം, മറ്റൊന്ന് കെട്ടിടം. കൂടാരത്തിൻ്റെ പ്രത്യേകത എന്താണ്, കെട്ടിടത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഞാൻ വ്യാഖ്യാനിച്ചു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ചില വ്യത്യാസങ്ങൾ ഈ വേദഭാഗത്ത് തന്നെ, വായിച്ച ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. കൂടാരം എന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമാണ്. കെട്ടിടം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായ ഒന്നാണ്. കൂടാരമെന്ന് പറയുന്നത് അത്രമേൽ ബലമോ കരുത്തോ ഒന്നുമില്ലാത്തതാണ്. എന്നാൽ കെട്ടിടം എന്ന് പറഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആണ്. കൂടാരമെന്ന് പറഞ്ഞാൽ അത് വേണ്ടത്ര സെക്യൂരിറ്റി ഇല്ലാത്തതാണ്. എന്നാൽ കെട്ടിടം എന്ന് പറഞ്ഞാൽ വളരെ സെക്യൂർഡാണ്. അപ്പോൾ ഇങ്ങനെ കൂടാരത്തിനും കെട്ടിടത്തിനും തമ്മിൽ ഇങ്ങനെ പല വിധത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതവും സ്വർഗത്തിലെ ജീവിതവും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ചാണ്. ഈ ലോകത്തിലെ ജീവിതം എന്നത് കൂടാരത്തിന് സമാനമായൊരു ജീവിതമാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ സ്വർഗത്തിലെ ജീവിതമോ അത് ഒരു കെട്ടിടത്തിന് സമാനമായ ജീവിതശൈലിയാണ്. കെട്ടിടത്തിൽ ജീവിക്കുന്നത്ര ഉറപ്പുള്ള ഒരു ജീവിതശൈലിയാണ് സ്വർഗത്തിലേത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ കൂടാരത്തിലുള്ളതിനെ ഞാൻ വളരെ നിസ്സാരമായി കാണുന്നു, എന്നാൽ സ്വർഗത്തിലുള്ള നിത്യമായ കെട്ടിടത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, ഞെരുക്കങ്ങൾ സഹിക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
നാം ഇന്ന് ഈ ദൈവവചന ഭാഗത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കെട്ടിടം പണിയുന്നത് എവിടെയാണ്? നാം കെട്ടിടം പണിയുന്നത് ഭൂമിയിലാണോ അതോ സ്വർഗത്തിലാണോ? ഇത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. കെട്ടിടമെന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് നിങ്ങളൊരു വീട് പണിയുന്നതിനെ കുറിച്ചായിരിക്കാം. എന്നാൽ ഞാനതിനെ വേറൊരു അർത്ഥത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. കെട്ടിടമെന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. നിങ്ങളെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? ഞാനത് ആ അർത്ഥത്തിലാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ള നിക്ഷേപം എന്ന് പറയുന്ന പദമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ തന്നെ, നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഉറപ്പിക്കാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ബലപ്പെടുത്താൻ, കരുപ്പിടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവിടെ ആയിരിക്കും നമ്മുടെ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു കെട്ടിടം തമിഴ്നാട്ടിൽ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അവിടെ പോയി കഴിയുന്നതും അവിടെ സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഫോക്കസ് മുഴുവൻ അവിടെ കൊടുത്ത് അങ്ങനെ അവിടെ അതിൻ്റെ സംവിധാനങ്ങളും അവിടെ അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സും അവിടെ അതിൻ്റെ ഡിസൈനിങ്ങും അവിടെ അതിൻ്റെ ഭൗതികമായ ഘടകങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ മനസ്സും ശരീരവും ആത്മാവും അവിടെ ഫോക്കസ് ചെയ്ത് അവിടെ ആ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഒരു അധ്വാനം എന്തിലാണ് ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു അനുദിന ജീവിതത്തിൻ്റെ ഒരു സീരിയസ്നെസ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിലാണ് കൂടുതൽ സീരിയസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ പരിശോധിക്കുക. എന്തിനൊക്കെയാണ് നിങ്ങളുടെ മനസ്സ് വളരെ വിലയോടെ കാണുന്നത്? എന്തെല്ലാം കാര്യത്തെയാണ് സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നത്? ഇതിൽ നിന്നറിയാം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ്, നിങ്ങൾ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന്. നമുക്കറിയാം ഒരു മനുഷ്യന് ആത്മീക ജീവിതവുമുണ്ട്, ഭൗതിക ജീവിതവുമുണ്ട്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ചേർന്ന് പോകുന്നതാണ്. എന്നാൽ ഇന്ന് നാമമാത്ര ക്രിസ്ത്യാനികൾ, പേരുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ചേർത്ത് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇതിന് വേർതിരിച്ച് സമാന്തര രേഖകൾ പോലെ, പാരലൽ ലൈൻ പോലെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. പാരലൽ ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാമല്ലോ. അത് ഒരു വര മറ്റൊരു വരയോട് ഒരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല എന്നുള്ളതാണ്. അതിങ്ങനെ രണ്ട് വശത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമെന്നതേ ഉള്ളൂ. ഒരു കാലത്തും കൂട്ടിമുട്ടില്ല. ഇങ്ങനെ പോയാൽ അങ്ങ് നീണ്ടുപോകും. അങ്ങനെയാണ് ഇന്ന് നാം നമ്മുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും കൊണ്ടുപോകുന്നത്. എന്നാൽ ക്രിസ്തു വിഭാവന ചെയ്യുന്ന ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെയല്ല. ഒറ്റ വരയേ ഉള്ളൂ, ഒറ്റ ലൈനേ ഉള്ളൂ. അതിനകത്ത് ഫോക്കസ് മുഴുവൻ ആത്മീയ ജീവിതത്തിലാണ്. ഭൗതികത ദൈവം കരുതിക്കൊള്ളാം എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതാണ് ശരിക്കുമുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ജീവിതശൈലി എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ, നമ്മൾ സീരിയസ്നെസ് കൊടുക്കുന്നത് ഒരു ആത്മീയ മനുഷ്യനായി ജീവിക്കുന്നതിനാണോ അതോ ഭൗതികമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണോ? ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ചില സംഭാഷണങ്ങൾ, ചില വ്യക്തികൾ എന്നോട് പറഞ്ഞതും ഞാൻ തന്നെ നേരിട്ട് കേട്ടതുമായ 2-3 സംഭാഷണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംഭാഷണം എന്നത് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ സംഭാഷണം ഒരധ്യാപകൻ കേട്ടതാണ്. ആ കുട്ടികൾ പറയുന്നത്, അധ്യാപകൻ പുറകിൽ സീറ്റിലിരിക്കുന്നുണ്ടായിരുന്നത് കുട്ടികൾ ശ്രദ്ധിച്ചില്ല. പക്ഷെ കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നത് ഈ അധ്യാപകൻ പുറകിലത്തെ സീറ്റിലിരുന്ന് കേട്ടിട്ട് ആ അധ്യാപകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. കുട്ടികൾ തമ്മിൽ പറയുകയാണ്, ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഒരു ബോറൻ പരിപാടിയാണ്. അവർ പറയുകയാണ്, ഈ സൺഡേ സ്കൂളിൽ വന്ന് പഠിക്കുന്നത് ഒരു പരിപാടിയാണ്. പക്ഷേ വീട്ടുകാരാണെങ്കിലും പപ്പായും അമ്മായും ആണെങ്കിൽ നിർബന്ധിച്ച് സൺഡേ സ്കൂളിൽ പഠിക്കാൻ വിട്ടേക്കുവാണ്. എനിക്കാണെങ്കിൽ പഠിക്കാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നിർബന്ധിച്ച് വിട്ടിരിക്കുക. അതുകൊണ്ട് എങ്ങനെങ്കിലും
ഈ സൺഡേ സ്കൂളിൻ്റെ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് ഒന്ന് പൂർത്തിയായാൽ മതി, ഞാൻ രക്ഷപ്പെട്ടു എന്നൊരു പയ്യനിരുന്ന് പറയുകയാണ്. ഉടനെ മറ്റേ കുട്ടിയോട് ചോദിക്കുകയാണ്, എന്തിനാണ് കഷ്ടപ്പെട്ട് നീ ഇങ്ങനെ സൺഡേ സ്കൂളിൽ വന്ന് പഠിക്കുന്നത്? നിനക്കിത് ഇത്ര ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നീ വരാതിരുന്നുകൂടെ? നിൻ്റെ പേരൻസും എന്തിനാണ് നിന്നെ ഇത്രയും സൺഡേ സ്കൂളിൽ പോകാൻ നിർബന്ധിക്കുന്നത്? അവർ നല്ല വിശ്വാസികളായതുകൊണ്ടാണോ, ഭക്തരായതുകൊണ്ടാണോ? പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരെ പള്ളിയിൽ കാണാറില്ലല്ലോ. അവർ നിന്നെ കാറിൽ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകാറേ ഉള്ളല്ലോ. അവർ പള്ളിയിൽ വരികയോ അവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നത് കാണാറില്ലല്ലോ. അങ്ങനെ പള്ളിയിൽ പോവുകയോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയോ ചെയ്യാത്ത നിൻ്റെ പേരൻസ് നിന്നെ എന്തിനാണ് സൺഡേ സ്കൂളിൽ പഠിക്കാൻ നിർബന്ധിക്കുന്നത്? ഉടനെ അവൻ പറഞ്ഞ ഉത്തരം ഇതാണ്, എടാ അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ എനിക്ക് വലുതായി കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡോക്ടറാകാനാണ് ആഗ്രഹം. ഞങ്ങളുടെ സഭയിലെ ചില മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെയൊക്കെ MBBSന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ സൺഡേ സ്കൂളിൽ 12ാം ക്ലാസ് വരെ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണം. ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താലാണ് കമ്മ്യൂണിറ്റി കോട്ടായിൽ ഞങ്ങൾക്ക് മെഡിസിന് എൻട്രൻസ് എഴുതി അല്ലെങ്കിൽ എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേരൻസ് എന്നെ നിർബന്ധിച്ചുകൊണ്ട് നീ എങ്ങനെയെങ്കിലും 12ാം ക്ലാസ് വരെ സൺഡേ സ്കൂളൊന്ന് പഠിച്ചു തീർക്കണം, അത് പഠിച്ചിട്ട് വേണം നിനക്ക് കമ്മ്യൂണിറ്റി കോട്ടായിൽ മെഡിക്കൽ കോളേജിൽ നിനക്കൊരു അഡ്മിഷൻ വാങ്ങിച്ചു തരാൻ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ സങ്കടത്തോടുകൂടെ ഈ അധ്യാപകൻ കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് സങ്കടത്തോടുകൂടി അത് പറയുകയായിരുന്നു. ഞാനത് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, എത്രത്തോളം സീരിയസ്നെസ് ആധ്യാത്മിക വിദ്യാഭ്യാസത്തിന് കുട്ടികൾ കൊടുക്കുന്നുണ്ട്, ആ കുട്ടികളെ പ്രതി മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സംഭാഷണം. അപ്പോൾ ഇവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എവിടെയാണ്? ഞാനത് പറയാനാണ്. ഇവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എവിടെയാണ്? ഇവരെ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ സ്പിരിച്വാലിറ്റിയെ, ആധ്യാത്മികതയെ കൂട്ടുപിടിക്കുന്ന അനുഭവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സംഭാഷണം ഞാൻ പറയുകയാണ്. അത് എൻ്റെ കൂടെ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു പയ്യനെക്കുറിച്ചാണ്. ഒരു ചെറുപ്പക്കാരനാണ് അവനൊരു യുവാവാണ്. അവന് ഞങ്ങളുടെ കൂടെ വളർന്ന ഒരു കുഞ്ഞാണ്. അവന് കൂടെ ഞങ്ങളുടെ കൂടെ ഈ ശുശ്രൂഷയിൽ വളരെ കുഞ്ഞുകാലം മുതൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവന് സുവിശേഷകനാകണമെന്നുള്ള അധമമായ ആഗ്രഹമാണ്, ഭയങ്കരമായ അദമ്യമായ ഒരു താല്പര്യം അവൻ്റെ ഉള്ളിലുണ്ട്, ഒരു സുവിശേഷകനായി ജീവിക്കണമെന്നുള്ളതിന്. അവൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി ഞങ്ങളുടെ കൂടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അവൻ സജീവമായി വ്യാപൃതനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ പേരൻസിന് അവനെക്കുറിച്ചൊരു കൺസേൺ ഉണ്ട്. അവൻ്റെ പേരൻസ് അവനോട് പറയുന്നത്, നീ ഇനി പഠിക്കുക, ഇനി നീ നന്നായി പഠിച്ച് നല്ലൊരു ജോലി നേടുക, നീ ഇങ്ങനെ വെറുതെ കറങ്ങി നടന്നാൽ പോരാ. അവരുപയോഗിക്കുന്ന വാക്കതാണ്, നീ ഇങ്ങനെ വെറുതെ കറങ്ങി നടന്നാൽ പോരാ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ പഠിക്കാൻ തയ്യാറാണ്, അച്ഛൻ എന്നെ പഠിപ്പിക്കാനും തയ്യാറാണ്, കുഴപ്പമില്ല, ഞാനങ്ങനെ വെറുതെ കറങ്ങി നടക്കുകയല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വേലയിൽ ഞാൻ പങ്കുചേരുകയാണ്, അത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളതിനെ വെറുതെ കറങ്ങി നടക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കുക എന്തിനാണ്? ഞാൻ പഠിക്കുന്നില്ലെന്നല്ല, തീർച്ചയായിട്ടും ഞാൻ പഠിക്കുന്നൊക്കെയുണ്ട്, എന്നെ ഇനിയും പഠിപ്പിക്കുന്നുമുണ്ട്, അതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇനി ഞാൻ എത്ര പഠിച്ചാലും, ഞാൻ ഭൗതികമായി ഞാൻ എത്ര പഠിച്ചാലും എൻ്റെ ഭാവി ഒരു സുവിശേഷകനായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ മകൻ തൻ്റെ അമ്മയോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ അമ്മയും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്, ആധ്യാത്മിക ജീവിതത്തിൽ മകനായിരിക്കുന്നതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അമ്മ തന്നെയാണ്. പക്ഷേ എന്നിട്ടും അമ്മ അതിനെക്കുറിച്ച് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്താണ്, നീ ഇങ്ങനെ വെറുതെ, അതായത് സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ഗാനശുശ്രൂഷയും അതുപോലെ തന്നെ പല ശുശ്രൂഷകളും ചെയ്യുന്നൊരു വ്യക്തിയാണ്. സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് അവൻ ഗൗരവമായി ചെയ്യുന്ന ശുശ്രൂഷ, അതിനവന് വേണ്ടതായ വേതനങ്ങളും അവന് ലഭിക്കുന്നുണ്ട്. പക്ഷേ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് അവൻ ചെയ്യുന്ന ശുശ്രൂഷ ഗൗരവമായി എടുക്കാൻ ഈ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. അത് വെറുതെ കറങ്ങി നടക്കലാണ് എന്നുള്ളതാണ് പൊതുവെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം. അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. കാര്യം, അവൻ പഠിച്ച മേഖലയിൽ അവന് ജോലി കിട്ടിയാലും ഇപ്പോൾ അവൻ ഈ മേഖലയിലായിരിക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു സാലറി കിട്ടുകയില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ അത് അവർക്കും അറിയാം. പക്ഷേ എങ്കിൽ കൂടിയും അവർ പറയുകയാണ്, നീ ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ
സുവിശേഷ വേലയിൽ വളരെ ഗൗരവമായി ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പലപ്പോഴും പ്രിയപ്പെട്ടവരെ അതൊരു ഗൗരവമായ മിനിസ്ട്രിയാണ് എന്നുള്ളത് കാണാൻ തക്കവണ്ണമുള്ള വെളിച്ചം ആധ്യാത്മികതയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നവരുടെ ഹൃദയത്തിൽ പോലുമില്ല. അത് വെറും തൊഴിലില്ലാത്തവരുടെ കറങ്ങി നടക്കുന്ന ജോലിയായിട്ടാണ് അവരുടെ ഹൃദയം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഈ അടുത്ത നാളുകളിൽ സുവിശേഷ വേലയിൽ വളരെ ചെറുപ്പക്കാർ തയ്യാറായി വന്ന പലരും ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ് എന്തെന്നാൽ അവർക്ക് നല്ല വിവാഹാലോചനകൾ, നല്ല വിവാഹ ബന്ധങ്ങൾ പലയിടങ്ങളിൽ നിന്നും വരുന്നില്ല. അപ്പോൾ ഈ അടുത്തിടെ ഒരു സുവിശേഷകന് വേണ്ടിയിട്ട് ഞാൻ വേറൊരാൾ വഴി ഒരു വിവാഹാലോചന ഒന്ന് പ്രൊസീഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോൾ അവിടെയും നടന്ന സംഭാഷണം ഇതാണ്: അവനൊരു സുവിശേഷകനാണെന്നുള്ളത് ഒരു സെക്യൂർഡ് ജോബ് അല്ല, അതുകൊണ്ട് തന്നെ ആ പയ്യന് എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനിപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ലോകം ദൈവവേലയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാനാണ്. സുവിശേഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രതി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ലോകം കാണുന്നത് അതൊരു വേസ്റ്റ് ജന്മമായിട്ടും ഒരു വേസ്റ്റ് പ്രവൃത്തിയായിട്ടുമാണ് പലരും അതിനെ കാണുന്നത്. അതൊരു ഗുണമില്ലാത്തതും ഫലമില്ലാത്തതുമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? നിന്റെ ആകുന്ന കാലത്ത് പോയി കാശുണ്ടാക്കാൻ നോക്കടാ എന്നാണ് സുവിശേഷത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന വ്യക്തികളോട് അവരുടെ ബന്ധങ്ങളിലുള്ളവർ പറയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്പിരിച്വൽ ലൈഫ് ഇത്രമാത്രം ഒരു ചീപ്പായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നത്? അതിൻ്റെ കാരണം ഇപ്പോൾ നാം വായിച്ച വചനഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലില്ലാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൗമികമായ കൂടാരം അഴിഞ്ഞു പോകുന്നതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് നിരീശ്വരവാദിക്ക് പോലും അറിയാം ഈ ശരീരമാകുന്ന കൂടാരം അഴിഞ്ഞു പോകുന്ന കൂടാരമാണ് എന്ന്. കാരണം ഒരു ദിവസം മരിക്കും നമ്മളെല്ലാവരും. ഒരു ദിവസം ഈ ശരീരത്തെ വിടേണ്ടതാണ്, അതെല്ലാവർക്കും അറിയാം. അതവൻ ആരാണെങ്കിലും, വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും, മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവൻ എല്ലാം ഒരു നാൾ മരിക്കണം, സംശയമൊന്നുമില്ല. അപ്പോൾ ഈ കൂടാരമാകുന്ന ഈ ഭൗമഭവനം അതൊരു ടെമ്പററി ഷെഡാണെന്നുള്ളത് അറിയില്ലാത്തത് ആരാണ്? എല്ലാവർക്കും അറിയാതെ. അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നിട്ട് കൂടിയും അതിനെ നമ്മൾ സ്നേഹിക്കുകയും അതിലേക്ക് നമ്മൾ സർവവും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് എത്രത്തോളം വലിയ ഒരു ബുദ്ധിയില്ലായ്മയാണ് എന്ന് ചിന്തിക്കാനുള്ള വിവേകം നമ്മുടെ ഹൃദയത്തിലില്ല എന്ന് മാത്രം. നീ സ്വർഗത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യൂ. പ്രിയ സഹോദര, നീ നിന്റെ നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടിവെക്കൂ. ക്രിസ്തു പറയുന്നുണ്ട്, ചിതലരിക്കാത്തതും പുഴു തിന്നാത്തതുമായിട്ടുള്ള ഇടത്ത് നിന്റെ നിക്ഷേപത്തെ നീ സ്വരൂപിക്കുവീനെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഈ ഭൂമിയിലുള്ളതെല്ലാം ചിതലഴിക്കുന്നതും പുഴു തിന്നുന്നതുമാണ്. അവിടെ നീ നിക്ഷേപിക്കാതെ സ്വർഗത്തിൽ നീ നിന്നെ തന്നെ നിക്ഷേപിക്കുവിൻ. ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെ തന്നെ നിക്ഷേപിക്കുവിൻ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെയോ എൻ്റെ പ്രവൃത്തിയുടെയോ 80% ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾക്കായിരിക്കും. ഒരു 20% മാത്രമേ എൻ്റെ ആഹാരത്തിനും ജീവൻ നിലനിർത്തുന്നതിനും വേണ്ടി ഞാൻ ഓടേണ്ടതായി വരികയുള്ളൂ. എൻ്റെ ഒരു ദിവസത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ 80% ക്രിസ്തു കേന്ദ്രീകൃതമായി വിനിയോഗിക്കാനായിട്ട് എനിക്ക് കഴിയും. ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സിമ്പിളാണ് ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, അല്പം ആഹാരം കിട്ടിയാൽ മതി ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ. പിന്നെ തല ചായ്ക്കാനൊരു ഇടം ഉണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ. അതിന് ആഡംബരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അത് വളരെ മിനിമമായിട്ടുള്ളൊരു ജീവിത സൗകര്യം മതി. ഒരാൾക്ക് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ദൈവം ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ വളരെ സിമ്പിളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ കണ്ടെത്തേണ്ടത് ആഹാരവും വസ്ത്രവും പാർപ്പിടവും മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം ദൈവം കണ്ടെത്തി തന്നിരിക്കുന്നതാണ്. ഇനി ഈ ആഹാരത്തിനും വസ്ത്രത്തിനുമുള്ള പോലും ഘടകങ്ങൾ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ വാസ്തവത്തിൽ, അല്ലേ? വെറും ഒരു കോർഡിനേറ്ററുടെ ജോലി മാത്രമേ ഉള്ളൂ, അല്ലേ? എനിക്കിപ്പോൾ ആഹാരം കഴിക്കണം എന്നുണ്ടെങ്കിൽ
അത് എവിടെയെങ്കിലും ഒരു വിളവെടുക്കപ്പെട്ട ഒരു ധാന്യം അത് എവിടെ നിന്നെങ്കിലും ഞാൻ വാങ്ങിയെടുത്ത് അതൊന്ന് പ്രിപ്പയർ ചെയ്ത് അത് കഴിക്കാൻ പാകത്തിനാക്കി എടുക്കണം എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലേ? എത്ര സിമ്പിളാണ്. നമ്മളൊന്നും സൃഷ്ടിക്കുന്നില്ല ഈ ഭൂമിയിൽ. അതുപോലെ എനിക്കൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സാമഗ്രികളൊന്ന് സംഘടിപ്പിച്ച് ഏറ്റവും മിനിമം ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഞാനതൊന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഒരു ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനും വേണ്ട സാമഗ്രികൾ സംഘടിപ്പിച്ച് ഞാനൊന്ന് കോർഡിനേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ 3 കാര്യങ്ങളും നമ്മൾ സൃഷ്ടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി. അതേസമയത്തൊരു കോർഡിനേഷൻ പോലും വേണ്ടാത്ത എന്തുമാത്രം കാര്യങ്ങൾ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ദൈവം ചെയ്തു തരുന്നുണ്ട്. നാം ശ്വസിക്കുന്ന ഓക്സിജൻ തന്നെ എടുക്കുക. ഈ ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് നമ്മുടെ ശരീരത്തിലും രക്തധമനികളിലും ഒക്കെ വളരെ കൃത്യമായിട്ട് അത് എത്തപ്പെടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പണി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു പണിയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വളരെ ശാന്തമായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ദൈവം ഒരു വലിയ കോർഡിനേഷൻ ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ കോർഡിനേഷനോട് സഹകരിച്ചിട്ടുള്ള ചില വളരെ മിനിമം ആയിട്ടുള്ള ചില എഫേർട്ടുകൾ എടുത്താൽ മതി നമുക്ക് ഈ ഭൂമി ജീവിക്കാനായിട്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആവശ്യമില്ല എന്നുള്ളത് വേണം നമ്മൾ കാണാൻ. പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഫുൾ എഫേർട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. നമ്മുടെ മനസ്സും ചിന്തയും ശരീരവും ആത്മാവും എനർജിയും എല്ലാം ആരോഗ്യവും എല്ലാം കൊണ്ടുവന്നിട്ട് ഈ ഭൂമിയിൽ എന്തൊക്കെയോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ഫോക്കസ്ഡ് ആണ് ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് നമ്മൾ രോഗികളായിത്തീരുന്നു. ദൈവം ഉദ്ദേശിക്കുന്നതിന് മുമ്പ് മരണം നടക്കുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു സമാധാനമില്ലാത്ത ജീവിതം നയിക്കുന്നു. ഒരു പരാജയമായിട്ടാണ് എല്ലാം അവസാനിക്കുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവന്ന് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത് ഭൗമികമായ കൂടാരഭവനം പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. പൗലോസ്ലിയ പറയാണ്, ഈ കൂടാരത്തിൽ കിടന്ന് ഞെരുങ്ങുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതാണ് പൗലോസ് പറയുന്ന വാക്കെന്ന് പറയുന്നത്. സ്വർഗീയമായ ഒരു പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ ഞാൻ വാഞ്ചിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വർഗീയമായ പാർപ്പിടം ഈ ഭൂമിയിലെ കൂടാരത്തിൻ്റെ മീതെ ധരിപ്പാൻ ഞാൻ വാഞ്ചിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൂമിയിലെ ശരീരമാകുന്ന കൂടാരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഞാനെടുക്കുന്ന എഫേർട്ടിനേക്കാൾ ഉപരിയായ എഫേർട്ട് സ്വർഗത്തിൽ എനിക്ക് ഒരു പെർമനൻറ്റ് ഹോം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിത്യമായ നിലനിൽക്കുന്ന സെക്യൂർഡായിട്ടുള്ള ഒരു കെട്ടിടം. ആ കെട്ടിടം എന്ന വാക്ക് അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുകയാണെന്നുള്ളതാണ്. പൗലോസിൻ്റെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ ഇത് ശരിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്തിരുന്നൊരു മനുഷ്യനാണ്. സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിക്കുക എന്നതായിരുന്നില്ല പൗലോസിൻ്റെ ഒരു സ്ട്രാറ്റജി. അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള സ്ട്രാറ്റജിക്കാരനായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടാരപ്പണിക്കാരനുമായിരുന്നു എന്ന് നമുക്കറിയാം. ഞാനതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ഈ വേദഭാഗത്തെ പൗലോസിൻ്റെ ജോലിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പൗലോസ് പറയുന്നത്. ഈ ഭൗതിക ഭവനം കൂടാരം പോലെയാണെന്ന് കൂടാരപ്പണി ചെയ്യുന്ന പൗലോസാണ് പറയുന്നത്. കാരണം കൂടാരപ്പണി ചെയ്യുന്ന പൗലോസിന് അറിയാം കൂടാരപ്പണിയുടെ ആ നൈമിഷികത എത്രത്തോളം ഉണ്ട്. അല്ലെങ്കിൽ ഒരു കൂടാരം എന്ന് പറയുന്ന ഒരു ടെൻ്റ് എന്ന് പറയുന്നത് അല്പനേരത്തെ മാത്രം ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് പൗലോസിനറിയാം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് അദ്ദേഹം ജീവിച്ചിട്ട് ഒരുപക്ഷെ തൻ്റെ ബിസിനസ്സിൽ അല്ലെങ്കിൽ തൻ്റെ ജോലിയിൽ എന്തെങ്കിലും ഒരു നഷ്ടം ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ കൂടാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ ചിലപ്പോൾ വല്ല കീറിപ്പോവുമോ ഡാമേജ് ആവുമോ ഒക്കെ ചെയ്ത സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വല്ലതും കിട്ടിയൊരു വെളിപ്പെടുത്തലായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് എൻ്റെ എൻ്റെ ഒരു ചിന്തയാണ്, ബൈബിളിലൊന്നുമില്ല. പക്ഷെ ഞാൻ അതിനെ അങ്ങനെ കൂട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ കൂടാരത്തിൻ്റെ വിലയില്ലായ്മ അദ്ദേഹം എടുത്ത് കാണിക്കുന്നത്. കൂടാരം എന്ന് പറയുന്ന ഈ വസ്തു എന്ന് പറയുന്നത് വെറും ടെമ്പററിയാണ്. ഇത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇതിന് അത്രയ്ക്കൊക്കെ ഉള്ളൂ ആയുസ്. എനിക്കൊരു നിത്യമായ വീട് വേണമെന്ന് അദ്ദേഹം പറയുന്നു. അതിനു വേണ്ടിയാണ്. അപ്പോൾ തൻ്റെ ജോലിയുമായി കണക്ട് ചെയ്ത് തന്നെയാണ് സെയിൻറ്റ് പോൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, കൂടാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ കൂടാരപ്പണി ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എന്തുകൊണ്ടാണ് താൻ കൂടാരപ്പണി ചെയ്യുന്നത് തന്നെ? ആ ജോലി തന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്,
എടാ നിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം ഇത്രയേ ഉള്ളൂ, ഈ കൂടാരം പോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് എത്ര മനോഹരമാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. പൗലോസ് തൻ്റെ നിത്യതയുടെ ആ വിലയെ കണ്ടെത്തുന്ന ഗൗരവപൂർണമായ ആ വാക്കുകൾ, അത് എത്രയോ മനോഹരമാണ്, എത്രയോ സൗന്ദര്യമുള്ളതാണ് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കും ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് കാണാം. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ച് കൂടാരപ്പണിക്കാരൻ എന്ന് നമ്മൾ മലയാളികൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പന്തൽ പണിക്കാരൻ എന്ന് പറയുന്ന ഒരർത്ഥത്തിലാണ്. പന്തൽ കെട്ടുന്ന ആൾ, അല്ലെങ്കിൽ പന്തൽ പണിക്കാരൻ, അല്ലേ? അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന വ്യക്തി ഗമാലിയേലിൻ്റെ ശിഷ്യനായി പഠിച്ച മിടുക്കനായ ഒരു തിയോളജിയനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തിയോളജിക്കൽ കോളേജിലെ പ്രിൻസിപ്പലാകാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എല്ലാ അർത്ഥത്തിലും അതിനുള്ള കഴിവുമുള്ള ഒരു വ്യക്തിയാണ് സെയിൻറ്റ് പോൾ. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് പന്തലുപണി ചെയ്ത് നടക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് ബേസിക്കലി ഇത്രയേറെ താൻ ക്വാളിഫൈഡ് ആയിരുന്നിട്ട് പോലും താൻ ഈ പന്തലുപണി ചെയ്ത് നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണമായിട്ട് താൻ കണ്ടെത്തുന്നത് പ്രിയപ്പെട്ടവരെ തൻ്റെ സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ഞാനൊരു തിയോളജിക്കൽ കോളേജിൽ പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ അത്രയൊരു സ്റ്റാറ്റസ് ജോബിൽ ഞാൻ ആയിരുന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിപ്പാനും അങ്ങനെ സ്വർഗത്തിൽ എൻ്റെ ഭവനം പണിയാനും എനിക്ക് പറ്റുകയില്ല എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഔന്നത്യമൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം കൂടാരപ്പണി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തൻ്റെ ലൈഫിൻ്റെ 80% ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മനോഭാവം സെയിൻറ്റ് പോളിന് സ്വർഗത്തെക്കുറിച്ചും ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചുമുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയം അങ്ങനെ ചിന്തിക്കാനൊരു പ്രേരണയാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വേദഭാഗം നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ ഏതിലെയൊക്കെ ഓടിയാലും നിങ്ങൾ എന്തൊക്കെ സമ്പാദിച്ചാലും ഇത് ഒരു ശ്വാസം പോയാൽ തീരാവുന്ന ആയുസേ ഉള്ളൂ. ഈ രാത്രി നേരം വെളുപ്പിക്കുമോ എന്ന് നമുക്ക് നിശ്ചയമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടിവെക്കാൻ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ജോലി ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം മതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നതൊക്കെ പണ്ട് കാലത്തൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൂടുതൽ അറിവ് നേടുക എന്ന ലക്ഷ്യമായിരുന്നു. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയ ജോലി നേടുക എന്നുള്ളത് ലക്ഷ്യമാണ്. വലിയ ജോലി എന്നുള്ളത് കൂടുതൽ പണം കിട്ടുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ എഡ്യൂക്കേഷനിൽ പോലുമുള്ള അറിവ് എന്ന് പറയുന്നതൊക്കെ തന്നെ നല്ല കാര്യങ്ങളാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടാം. പക്ഷേ അതൊന്നും നിങ്ങളുടെ ജോബുമായിട്ടോ നിങ്ങളുടെ ഉപജീവനവുമായിട്ടോ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് മനസ്സിലാക്കൂ. പൗലോസിനെ പോലെ ഒരു സ്ട്രാറ്റജി ജീവിതത്തിൽ ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കാൻ പറ്റുമോ? നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമായി മാറണം. ഈ വചന കേൾവി അതിനുള്ള ഒരു പ്രേരണയായി മാറണം. മിനിമമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുക, എന്നിട്ട് നിസ്സാരമായി ജീവിക്കാനുള്ളത് സംഘടിപ്പിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ മെയിൻ ഫോക്കസ് ആൻഡ് മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിസ്തുവിലും ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിനും സുവിശേഷത്തിനുമാകട്ടെ. അതിന് ഈ വചന കേൾവി നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം. നാഥ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ വെളിച്ചം ചെറുതല്ല. നാഥ, ഞങ്ങളൊക്കെ ഈ ഭൂമിയിൽ എന്തൊക്കെയോ കൂട്ടിപ്പണിയാനും കെട്ടിടങ്ങൾ ഉയർത്താനും ഓടി നടക്കുന്നവരാണ്. ഞങ്ങളുടെ ഈ ഓട്ടങ്ങളെല്ലാം തന്നെ ഞങ്ങൾ വളരെ വ്യർത്ഥമായി ചെയ്യുന്നതാണെന്നുള്ളൊരു വെളിച്ചം ഇന്ന് ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉപജീവനത്തിന് വേണ്ടിയും ജീവിക്കാനുള്ള അന്നം കണ്ടെത്തുന്നതിന് വേണ്ടിയും ചിലതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് എൻ്റെ മനസ്സും ശരീരവും ആത്മാവും അങ്ങയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ദൈവരാജ്യത്തിൻ്റെ പണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കിയെടുക്കണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമീൻ.